സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഷാജൻ സ്കറിയ വിശദമായിട്ട് ഒരു ഇസ്രയേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അർദ്ധസത്യങ്ങളും അല്പം നുണകളും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ 1948 ഇസ്രയേൽ ഉണ്ടാകുന്നത്. സത്യമാണ്. 1948 ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് അങ്ങനെ ഒരു രാജ്യം ഭൂമുഖത്തില്ല. നിങ്ങൾക്ക് 48 മുമ്പുള്ള ലോക വേൾഡ് മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ ഒരു രാജ്യമില്ല. എന്തായാലും 48 ശേഷം ഒരു പുതിയ രാജ്യം അങ്ങനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അറബികളെ അവിടെ നിന്ന് ഫലസ്തീനുകളെ തുരത്താനായിട്ടുള്ള ശ്രമം. എന്തായാലും ശരി, UN പ്രമേയം പാസ്സാക്കി. ഇന്ന് വരെ, ഇന്ന് 2025 സെപ്റ്റംബർ മാസം 24, 25 വരെയാണ്. അപ്പോൾ ഇന്ന് വരെ ഒരു UN പ്രമേയം പോലും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വരെ നടത്തിയിട്ടില്ല, ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല അവർ. ഇപ്പൊ യാസർ അറാഫത്ത് ഈ ഫലസ്തീൻ്റെ പ്രസിഡന്റായി, ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇരുന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇസ്രയേലുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി 2 രാജ്യങ്ങളായിട്ട് നമുക്ക് നിലനിൽക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഏതെല്ലാം സമയത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ തന്നെയാണ് മുൻകൈ എടുത്ത് ഉടമ്പടി ഉണ്ടാക്കുന്നതും ഈ UN അത് അംഗീകരിക്കുന്നതും എല്ലാം. പക്ഷെ ഏത് സമയത്ത് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടോ, സമാധാന ഉടമ്പടി ഉണ്ട്, അതൊക്കെ നിഷ്കരണം തള്ളിക്കളയാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ. കാരണം യഹൂദന്മാരെന്ന് പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ശാപം, അതായത് ദൈവത്തിന്റെ ശാപം ഉള്ള ഒരു വർഗമാണ് ഈ യഹൂദന്മാര്. അവരിപ്പോ താൽക്കാലികമായി പല വിജയങ്ങളും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. സംഗതി ശരിയാണ്. അവർക്ക് ആവശ്യം പോലെ ബുദ്ധിയും വിഭവങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നത് വേദഗ്രന്ഥമാണ്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ എന്ന് പറയുന്ന ഈ 4 ഗ്രന്ഥവും ഉടലെടുത്തത് തന്നെ, ഉണ്ടായത് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലാണ് മനുഷ്യജീവന്റെ തുടക്കം. മനുഷ്യജീവന്റെ അവസാനവും ഈ മിഡിൽ ഈസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ വിധിയാണ്. അല്ല മനുഷ്യൻ വിചാരിക്കുന്ന പോലെ അല്ല ദുനിയാവിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഷാജൻ സ്കറിയ ഒരു ദൈവവിശ്വാസിയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ദൈവവിശ്വാസം എങ്ങനത്തെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ, ആവശ്യത്തിന് ദൈവവിശ്വാസവും അല്ലാത്തപ്പോൾ ദൈവവിശ്വാസി അല്ലാതെ ആവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും ശരി, ദൈവവിശ്വാസിയാണെങ്കിൽ പറഞ്ഞാൽ അത് മനസ്സിലാകും. അതായത് ഈ ലോകത്ത് നടക്കുന്ന എന്തും ദൈവം അറിയാതെ നടക്കില്ല. ദൈവം എന്ന് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു എന്ന് അറബിൽ പറയും. അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു അർത്ഥമൊന്നുമില്ല. അപ്പൊ അള്ളാഹു എന്ന് അറബിൽ പറയുന്നു, മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. കാരണം അവർ അറബിനെ ഫോളോ ചെയ്താണ് പറയുന്നത്. ബാക്കിയുള്ള ബാക്കിയുള്ള ഓരോ, ഇപ്പൊ കേരളത്തിലുള്ള ദൈവം എന്ന് പറയും, വേറെ ഓരോ രാജ്യങ്ങളിൽ അവരവരുടെ ഭാഷയിൽ ഗോഡ് എന്ന് വിളിക്കും, മറ്റേന്ന് പറഞ്ഞ് കുറച്ച് പിതാവ് എന്ന് പറയുന്നവരുണ്ട്, അല്ലാത്തവരെന്ന് പറയുന്നവരുണ്ട്, ഭഗവാൻ എന്ന് പറയുന്നവരുണ്ട്. എല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ ഗോഡ്, അതായത് സ്രഷ്ടാവ്, നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. അങ്ങനെയുള്ള വിശ്വാസമാണ്. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്ന അചഞ്ചലമായ ദൈവവിശ്വാസമുള്ളവര് മനുഷ്യരോട് സ്നേഹമുള്ളവരാണ്. ഏത് സമുദായമാകട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, യഹൂദനാവട്ടെ, സിഖ് ആവട്ടെ, ബുദ്ധമതക്കാരാവട്ടെ, മനുഷ്യരോട് സഹാനുഭൂതി ഉള്ളവരായിരിക്കണം ദൈവവിശ്വാസികൾ. അപ്പൊ അങ്ങനെയാണ് അനുശാസിക്കുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മനുഷ്യ സഹജമായ, മനുഷ്യരോട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യരോട് അനുകമ്പ കാണിക്കുന്നവരായിരിക്കണം ആ മനുഷ്യൻ എന്നുള്ള വാക്കിന്, ആ വേർഡിന് അർഹരായിട്ടുള്ളവർ. അപ്പോൾ യഹൂദന്മാരെന്ന് പറയുന്നത് കാലം തൊട്ടേ നിങ്ങൾക്കറിയാവുന്ന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഹിറ്റ്ലർ എന്തുകൊണ്ടാണ് യഹൂദന്മാരെ കൂട്ടക്കൊല്ലുന്നത്? ഹിറ്റ്ലർ മുസ്ലിം അല്ലല്ലോ, ഹിന്ദു അല്ലല്ലോ, ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആണല്ലേ. അപ്പോൾ എന്തുകൊണ്ട് കൊന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ലോകം മൊത്തം എതിർത്തിട്ട് പോലും ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ യഹൂദന്മാരെ കൊല്ലാൻ നടന്നിട്ടില്ല. മുസ്ലിങ്ങൾ അവർക്ക് അഭയം കൊടുത്തിട്ടേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കാനുള്ളത്. എന്നിട്ടും ഷാജൻ സ്കറിയ എന്ന് പറയുന്നത്, ഷാജൻ സ്കറിയയ്ക്ക് ഒരു അല്പം, അതായത് 49% വരെ പലസ്തീനികളോട് വരുള്ളൂ. സ്നേഹം കാണിച്ചാലും ശരി, അനുകമ്പ കാണിച്ചാലും. 51% എന്നാണ് ഇസ്രായേലികളോടുള്ളത്. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കില്ല. കാര്യം ഷാജൻ സ്കറിയ ഒരു സത്യക്രിസ്ത്യാനിയാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ദൈവം അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുവിനെ കുരിശിൽ തറച്ചവരാണ് അവർ. മുസ്ലിങ്ങളല്ലല്ലോ കുരിശിൽ തറച്ചത്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ അവരെന്ന് പറയുന്ന അങ്ങനത്തെ തെമ്മാടിത്തരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത്
ഇസ്രയേലാണ്. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് അറിയാമല്ലോ, ലോകത്തിന് അറിയാം. അപ്പൊ ഇന്ത്യ എപ്പോഴും പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം അത് മതേതരത്വ രാഷ്ട്രമായിരുന്നു ഇന്ത്യ. ഇന്ന് ആരാണ് ഭരിക്കുന്നത്? ഇന്ന് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. നരഭോജി എന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട്. 2000-ൽ പരം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള പിന്നെ ആൾക്കാർ ഭരിക്കുന്നതാണ് ഇപ്പൊ ഇന്ത്യ. സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നുകളയണമെന്നും അവരില്ലാത്ത ഒരു ഇന്ത്യയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതൊക്കെ സയൻസ് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി. അപ്പൊ സംഘപരിവാർ RSS അജണ്ട എന്ന് പറയുന്നതാണ്. മഹാത്മാഗാന്ധി ആരായിരുന്നു? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ബലിയർപ്പിച്ച വ്യക്തിയാണ്. നെഹ്റു ആയിരുന്നാലും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നാലും അബ്ദുൽ കലാം ആസാദ് ആയിരുന്നാലും ഇവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ മുഹമ്മദ് അലി ജിന്നയും അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതിയ മനുഷ്യൻ തന്നെ. അപ്പൊ അവര് പാകിസ്ഥാൻ 2000 പോയി എന്ന് പറഞ്ഞാൽ RSSുമായിട്ടുള്ള ഭിന്നതയുടെ കാരണത്തിലാണ് പോയത്. കുഴപ്പമില്ല, പോയത് നല്ലത് തന്നെ. പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം, ഒരു വലിയ രാജ്യം ഇന്ത്യ ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് രണ്ടായിട്ട് മുസ്ലിം പിന്നെ ഒരു രാജ്യം വേണമെന്നാണ്. ശരി, പോയി. പക്ഷെ ഞങ്ങളൊന്നും പോയിട്ടില്ല. ഞാൻ ഒരു മുസ്ലിമാണ്. ഞങ്ങളാരും ഞങ്ങളുടെ പിതാമഹന്മാരും പോവാത്തതെന്ന് പറയുന്ന ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാഷ്ട്രമായിട്ട് കെട്ടിപ്പടുക്കുക. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കിയപ്പോൾ അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പോയില്ല. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇവിടെ തുടർന്നു പോയത്. ക്രിസ്ത്യാനികളായിരുന്നാൽ ക്രിസ്ത്യാനിക്ക് പിന്നെ വേറൊന്നും അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് വളരെയധികം ന്യൂനപക്ഷമാണ്. ഇപ്പോഴൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ശരി, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഫലസ്തീൻ വിഷയമാണ്. അപ്പൊ ഫലസ്തീൻ വിഷയം ഇന്ന് വരെ ഇപ്പൊ അടുത്ത് 142 രാജ്യങ്ങൾ പിന്നെ പ്രമേയത്തിൽ ഒപ്പിട്ട് ഫലസ്തീൻ എന്നുള്ള രാഷ്ട്രമാണ്. അപ്പൊ 48-ൽ ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും കുറഞ്ഞ സ്ഥലങ്ങളോട് കൂടി ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണ്. അതുപോലും അംഗീകരിക്കില്ല ഇസ്രയേൽ അതാണ് പറയുന്നത്. അപ്പോൾ അത് 48-ൽ അങ്ങനെ പിന്നെ ഇവര് അറബികൾ ഒപ്പിട്ടിരുന്നുവെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു എന്ന് ഷാൻസ് കറി ഇപ്പൊ പറയുന്നത്. 48-ൽ നടക്കില്ല. അപ്പൊ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഫലസ്തീൻ എന്നുണ്ടാവണം, അന്നേ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ സമാധാനത്തോടു കൂടി ജീവിക്കാൻ എപ്പോഴാണ് കഴിയുമെന്നുള്ളത് അതൊക്കെ നമുക്ക് പിന്നെ അതൊന്നും നമുക്ക് പറയാൻ. ദൈവം നിശ്ചയിച്ചിട്ടുള്ള ആ സമയത്തേ നടക്കുള്ളൂ. ഇപ്പൊ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്താലും ശരി, യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്താലും ശരി, ആരെല്ലാം മരിച്ചാലും മരണമെന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചാണ്. ജനനവും മരണവും അത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും നോക്കൂല. ഒരു ജീവി ജനിക്കില്ലെന്ന് ദൈവം കരുതിയിട്ടുണ്ട് അവനുള്ള മൃത്യുകാലം. ഒരു ലേശം ഇതൊന്ന് മാറ്റി വെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയജ്ഞം. അതൊക്കെ ഷാൻസ്കറിയെ പഠിക്കണം. പിന്നിലോട്ട് പോകണം. അച്ഛൻ്റെ ഒക്കെ ജീവിച്ചിട്ടുണ്ട്, അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാന്ന് ചോദിച്ചു നോക്കണം, മനസ്സിലാക്കണം. അതായത് കുട്ടിയാവട്ടെ വലുതാവട്ടെ ശിശുവാവട്ടെ പ്രസവിച്ച ഉടനെ മരിക്കുന്നവരുണ്ട്, പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞ് മരിക്കുന്നവരുണ്ട്, പ്രസവിച്ച് കുറച്ചുകൂടെ നടന്നു തുടങ്ങുന്നതിന് മുമ്പേ മരിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ലോകത്തെന്ന് പറഞ്ഞ മരണമൊക്കെ സുനിശ്ചിതമാണ്. ഇപ്പൊ ചിലപ്പോ പ്രായമെത്തി നടക്കാൻ വയ്യാത്ത കണ്ടീഷൻ, അതായത് കുട്ടികളെ ആയിരുന്ന പോലെ, അതായത് പ്രസവിച്ച ഉടനെ നടക്കാനൊക്കില്ലല്ലോ. മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കാണുന്നില്ലേ മൃഗങ്ങളെ, ഏത് മൃഗങ്ങളായിരുന്നാലും ശരി, പ്രസവിക്കുന്ന മൃഗങ്ങൾ, കുട്ടികളെ പ്രസവിക്കുന്ന മൃഗങ്ങളായിരുന്നാലും അവരെല്ലാം അന്ന് തന്നെ എണീക്കും. മുട്ടയിടുന്ന ജീവികൾ, മുട്ടയിട്ട് അത് വിരിയിച്ച് കുട്ടികളാവുന്നത് അവരും അന്ന് തന്നെ എണീറ്റിരിക്കും. മനുഷ്യനാണെങ്കിലും എണീറ്റിരിക്കുമോ? എണീറ്റ് നിൽക്കില്ല. അപ്പൊ അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്. അതൊക്കെ ദൈവം നിശ്ചയിച്ചതാണ്. നമ്മൾ വെറുതെയെങ്കിലും വിട്ട് ആയിട്ടലച്ചിട്ട് കാര്യമില്ല. അപ്പൊ ദൈവ വിശ്വാസികളല്ലാത്ത ഈ നിരീശ്വരന്മാർക്ക് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ മൊത്തത്തിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പലസ്തീൻ വിഷയം ചർച്ച ചെയ്താലും അത് മനുഷ്യന്റെ പ്രശ്നമാണല്ലോ. ഇസ്രായേൽ വിഷയം ചർച്ച ചെയ്താലും അത് മനുഷ്യന്റെ വിഷയമാണല്ലോ. അപ്പൊ ഇതും ആ വിഷയത്തിൽ വരേണ്ടതാണ്. അതായത് നിരീശ്വരവാദികൾ മനസ്സിലാക്കാനുള്ളത് അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അന്നോടെ എണീറ്റ് നിൽക്കും പ്രസവിച്ചാൽ. അപ്പൊ മനുഷ്യനാണെങ്കിൽ എണീറ്റ് നിൽക്കാൻ നോക്കൂ? എന്തുകൊണ്ട് നോക്കില്ല? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റി മനസ്സിലാക്കണം. ആകാശങ്ങളിലേക്ക് നോക്കും, ഭൂമിയിലേക്ക് നോക്കും, മലകളിലേക്ക് നോക്കും. എങ്ങനെയൊക്കെയാണ് അത് പിന്നെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് ഈ നിരീശ്വരവാദികളൊക്കെ മനസ്സിലാക്കണം. ശരി, ആ വിഷയമാണ് നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഷാജൻസ്കറിയ പിന്നീട് സൈഡ് പക്ഷപാതം പിടിക്കുന്ന കാര്യത്തിന്റെ പറ്റിയാണ്. അതായത് ഈ ഇരട്ടത്താപ്പാണ്. മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് കൂടുതലും അവർ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷാൻസ്കറിയ നിൽക്കുന്നത്. എപ്പോഴായിരുന്നാലും ശരി, നിങ്ങൾ ഏത് വിഷയം എടുത്ത് ചർച്ച ചെയ്താലും ശരി, നമുക്ക് തോന്നും പറയുന്നത് നമുക്ക് അനുകൂലമാണ്. നല്ല മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയില്ല. കാര്യം ഇപ്പൊ സംഘപരിവാർ ശക്തികൾ എന്തെല്ലാം തമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും ഇവിടെ കാണിക്കുന്നുണ്ട്.
അതിനെയൊക്കെ താങ്ങും. ഷാൻസ്കറി കാണും. ഷാൻസ്കറിയൊക്കെ പേടിയും കാണും, ഭയം കാണും. ഒന്നെന്ന് പറയുന്നത് സംഘപരിവാറുകാർ ഇവിടെ ഭരിക്കുന്നത് തന്നെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി ഏഹ് അവരുടെ വരുതിയിലാക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നക്കുന്നുണയം കൊടുത്തിട്ട് അവരെ പാട്ടിലാക്കുക, അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ CD അയക്കും, ഞങ്ങൾ പിന്നെ NIA എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ കാണുന്നില്ലേ, മോഹൻലാലിന് അവാർഡ് കൊടുത്തു, ഫാൽക്കെ അവാർഡ് കൊടുത്തു. മമ്മൂട്ടിയുടെ വീട്ടില് പിന്നെ കസ്റ്റംസ് കയറുന്നു, മറ്റൊരു കയറുന്നു, മറിച്ച് കയറുന്നു പൃഥ്വിരാജിന്റെ. അതായത് അവരെ എതിർത്തതിനവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിയിലാക്കും. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊടുത്ത് ഓഫറുകൾ കൊടുത്ത് ഇത് രണ്ടും അല്ലെങ്കിൽ അവരെന്തും ചെയ്യും. അപ്പോ എന്തും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ അതിനെ അനുകൂലിക്കുന്ന ആളാണ് ഷാൻസ്കറി. അതായത് സത്യം സത്യമായിട്ട് പറയുന്ന എത്ര പേരിവിടെ ഉണ്ട് ഇന്ത്യയിൽ? എത്ര പേരുണ്ട്? ഭയമാണ്. ചിലർക്കുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ? സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഒന്നുമല്ലെങ്കിൽ അതായത് മനുഷ്യന് ഒരു പ്രത്യേകമായ സിദ്ധി ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അതായത് പറയുന്ന ഇതാണ് ദൈവം തമ്പുരാൻ, നിങ്ങളെ കൊണ്ട് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നോക്ക് കൊണ്ടെങ്കിലും അവനെ എതിർക്കണം. തെമ്മാടിത്തരം കണ്ട ഒരു നോക്ക് കൊണ്ട് മതി. അതായത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിക്കുമ്പോഴത്തേക്ക് അവൻ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് നമ്മളെ കൊണ്ട് ശരീരം കൊണ്ട് നേരിടാൻ കഴിയില്ല. ഈ നോക്കുകൊണ്ടെങ്കിലും അവനെ എതിർക്കണമെന്നാണ്. വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ധനം കൊണ്ടെങ്കിലും സഹായിക്കണം. മനുഷ്യർ അങ്ങനെയാണ് സൃഷ്ടിച്ചു കഴിക്കുന്നത്. എന്തായാലും ശരി, മനുഷ്യവർഗത്തിൽപ്പെട്ടവർക്കേ അതൊക്കെ ഉള്ളൂ. മനുഷ്യ സഹജമായ അനുകമ്പയും ദയയും പിന്നെ സഹാനുഭൂതിയും ഒക്കെ മനുഷ്യനുണ്ടാവും. വെറുപ്പും വിദ്വേഷവുമാണ് ഇന്ന് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടമാടുന്നത്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ ലോകത്ത് തന്നെ അതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യഹൂദന്മാർ. എന്തുകൊണ്ടാണ് യഹൂദന്മാർ അതേസമയം ഇസ്രയേലിനകത്ത് തന്നെ ഈ ഭരണവർഗത്തിന് എതിർപ്പുള്ള പിന്നെ സഹാനുഭൂതിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇസ്രയേൽ ഭരണത്തിനെ എതിർക്കുന്നവരുണ്ട്. പ്രതിപക്ഷമാവട്ടെ അല്ലാത്തവരാവട്ടെ. ഞങ്ങൾക്ക് പലസ്തീനും ഇസ്രയേലും ഒന്നിച്ച് രണ്ട് രാഷ്ട്രമായിട്ട് രണ്ട് അതിർത്തിയിൽ കഴിയാമല്ലോ. പക്ഷെ ഇപ്പോഴും അല്ലെങ്കിൽ അത് 48 കാര്യം പറയുന്നത് എന്തിന്? 48 കാര്യം പറഞ്ഞു. ഇപ്പൊ BJP-ക്കാർ പറയുന്നത് അത് കോൺഗ്രസ് ആണ് ചെയ്തത്. ആ കോൺഗ്രസ് അല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. കോൺഗ്രസ്സുകാർ 500 രൂപ ഈ ഗ്യാസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ 50 രൂപയ്ക്ക് പെട്രോൾ അന്ന് കൊടുത്താൽ അത് ഭയങ്കര വിലയായിരുന്നല്ലോ. ഇപ്പോഴാ അപ്പൊ കോൺഗ്രസ് ചെയ്തതാണ്. എന്നാൽ നിങ്ങളത് മാറ്റി. കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് മാറ്റാത്തത്? അപ്പൊ മാറ്റില്ല. അതുപോലെയാണ് ഇവര് 48 നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഇനി ചെയ്യണ്ട. അതെന്താ മുട്ടാപ്പോക്ക്? അതായത് 48 വരെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമില്ല. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യം ഉണ്ടാക്കി യഹൂദന്മാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ കേൾക്കാൻ ഒരു സുഖമില്ലാത്ത കാര്യമല്ലേ. അത് കുറച്ച് ഗ്രാജുവലായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ശരി അങ്ങനെ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ നമുക്ക് ഒക്കോളൂ, സമാധാനമായിട്ട് ജനങ്ങൾ ഒന്നിച്ച് കഴിയട്ടെ, സന്തോഷമായിട്ട് കഴിയട്ടെ, സഹകരിച്ച് കഴിയട്ടെ. യഹൂദനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും സിഖുകാരനായിരുന്നാലും ശരി, ജൈന മതക്കാരനായിരുന്നാലും ശരി, ബുദ്ധമതക്കാരനായിരുന്നാലും മതം ഏതായിക്കൊണ്ട് പോട്ട്, അതിൽ പിടിക്കുന്നതിന് ദൈവം ഒന്നേ ഉള്ളൂ. ഈ സിഖുകാരനായിരുന്നാലും പിന്നെ ജൈനമതക്കാരനായാലും ബുദ്ധമതക്കാരനായാലും ക്രിസ്ത്യാനിക്കായിരുന്നാലും മുസ്ലിമിനായിരുന്നാലും ഹിന്ദുവിനായിരുന്നാലും ആർക്കായിരുന്നാലും ഒറ്റ ദൈവമേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനില്ലാതായി പോയി. എന്ത് ചെയ്യാമോ? നമുക്ക് എന്ത് ചെയ്യാമോ? ഇപ്പൊ മുസ്ലിങ്ങള് അള്ളാഹു എന്ന് പറയുന്നു, ക്രിസ്ത്യാനികള് പിന്നെ വേറെന്തെങ്കിലും ഒന്ന് പേര് പറയുന്നു, യഹൂദന്മാര് വേറെന്തെങ്കിലും ഒരു പേര് തന്നു, ഇപ്പൊ മലയാളത്തില് ദൈവം എന്ന് പറയുന്നു. ഇതെല്ലാം ഒരൊറ്റ ദൈവം തന്നെ. ഈ ഒരൊറ്റ ദൈവത്തിനെ ആരാധിക്കുന്നത് നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഓരോ മതത്തിന്റെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ദൈവത്തെ ആരാധിക്കാൻ പറയുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടിയിലെ കണ്ടിട്ടുണ്ട്, ഹിന്ദുക്കളായ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരെ ആകാശത്തോട്ട് നോക്കിയാണ് പിന്നെ അവർ പ്രാർത്ഥിക്കുന്നത്. ഖുർആനിൽ പറയുന്നത് പിന്നെ ദൈവം അള്ളാഹു ആകാശത്താണെന്നാണ്. പിന്നെ ക്രിസ്ത്യാനികളാ പറയുന്നത് എന്താണ്? ആകാശത്താണെന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ? അപ്പൊ മനുഷ്യന്മാരുടെ ഹൃദയം മരവിച്ചു പോയി. ഹൃദയത്തിൽ വൃത്തികെട്ട മനസ്സായി, വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ. അതായത് ഞാനിന്ന് പിന്നെ ഏത് സമയത്തായിരുന്നു സോഷ്യൽ മീഡിയ ഞാനൊന്ന് തുറന്നു നോക്കി, യൂട്യൂബ് തുറന്നു നോക്കി, വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ് പറയുന്നത്, ഏത് വളച്ചൊടിച്ച് തിരിച്ച് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ പറയാൻ കൊള്ളാം. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്നത് അങ്ങനെ ഉള്ളവനൊക്കെ എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിലാണ്. അവനൊക്കെ നരകത്തിലെ അവനൊന്നും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന, വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന, മതവിദ്വേഷം വളർത്തുന്ന ആളുകളാ
അതേസമയം സൽസ്വഭാവികളായ ദൈവവിശ്വാസികളായ എല്ലാ മതങ്ങളും നടക്കട്ടെ എന്ന് കണക്കാക്കി അങ്ങനെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നവര് മതവർഗീയ വിദ്വേഷികൾ അവരെ വിഷം ചീറ്റുന്നത്. അതേസമയം മതവിദ്വേഷം ചീറ്റുന്നവരെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രി തന്നെ കൊണ്ടുപോയി പിന്നെ സ്വീകരിച്ചിരുത്തുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഷാൻസ്കറിയ മനസ്സിലാക്കാനുള്ളത് 48 ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും ചെയ്യണ്ട എന്നുള്ളതല്ല. ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ, ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനമായിട്ട് ജീവിക്കണം. അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, അതിന് നിനക്കെന്താണ് നഷ്ടം? അപ്പൊ 48 കാര്യം ഇനി പറയാൻ പാടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരമാണ്. വിഡ്ഢിത്തരം പറയരുത്. ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് എന്തും ആളുകളെ പിന്നെ നീ ആവശ്യമില്ലാത്ത മൂഢത്തരങ്ങള് വിളമ്പി പിന്നെ അതിന് അടിമകളാക്കണ്ട. അപ്പോ നിന്നെ ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട്. ആരെന്ത് ഫോളോ ചെയ്താലും ഞാൻ നോക്കുന്നത് എന്ന് പറയുന്നത് ഇന്ന് നിലവില് ഇപ്പൊ കേരളത്തിലുള്ളത്, ഇപ്പൊ നിങ്ങൾ എന്നെ മൗദൂദി വേണമെങ്കിൽ വിളിക്കാം, ആ മീഡിയ വൺ എന്ന് പറയുന്ന ഒരൊറ്റ ചാനലാണ് ഇന്ന് സത്യസന്ധമായിട്ട് പറയുന്നത്. അപ്പൊ അവര് വർഗീയവാദികളാണെന്ന് ഷാൻസ്കറിയ പറയും. ഷാൻസ്കറിയക്ക് പിന്നെ ചിലരെ ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോ ഷാൻസ്കറിയ പറയുന്നതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവർ പറയുന്നതിന് ശരിയുണ്ട്. ചിന്തിക്കണം. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം, പടച്ച തമ്പുരാനെ അല്ലെങ്കിൽ ദൈവമേ അല്ലെങ്കിൽ കർത്താവെ, ഞാൻ ഇന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്ത, ആർക്കെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചോ എന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് നീ വിശ്വസിക്കുന്ന ദൈവത്തിനോട് തന്നെ എനിക്ക് പുറത്തു തരണേ, മാപ്പ് തരണേ, എന്നെ നേർവഴിയിലാക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം. ഷാജ, അതായത് ഞാനും നീയും ഈ ദുനിയാവിലുള്ള എല്ലാവരും മരിക്കും. എങ്ങനെയാണ് മരണമെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയില്ല. അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിലേ മരിക്കുള്ളൂ. പാമ്പ് കൊത്തിയാണ് മരിക്കുന്നത്. നീ വീട്ടിനകത്ത് ഇരുന്നാലും ശരി, ഭൂമിയുടെ അടിയിൽ നിന്ന് പാമ്പ് വരും, അത് നിന്നെ കൊത്തും, മരിക്കും. ഞാനായിരുന്നാലും ശരി, എനിക്ക് അങ്ങനെയാണ് വിധിയെങ്കിൽ. പക്ഷേ വണ്ടി ഇടിച്ചാണ് വിധിയെങ്കിൽ നീ വീട്ടിൽ തന്നെ പൂട്ടി, ഞാനായിരുന്നാലും നീ ആയിരുന്നാലും വീട്ടിൽ പൂട്ടി ഇരുന്നാൽ ആ വീട്ടിനകത്ത് വന്ന് വണ്ടി ഇടിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം നിശ്ചയിച്ച മരണം അതാതിന്റെ സമയത്ത് നടക്കും. ആരും ജീവജാലങ്ങളെല്ലാം നശിക്കും. അപ്പൊ നമ്മളത് മനസ്സിലാക്കി കണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുക, മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുക, സഹകരണം ഉണ്ടാക്കുക, സന്തോഷമായിട്ട് കഴിയട്ടെ. വർഗീയ വേർതിരിവ്, പിന്നെ വെറുപ്പ്, വിദ്വേഷം അങ്ങനെ പുലർത്തുന്ന